രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഈ ജഗത്തിലേക്ക് രാമൻ എങ്ങനെയാ വരിക? പരമാത്മാവ് എങ്ങനെയാ വരിക? സീതയോടൊപ്പമേ വരൂ. സീതയെ കൂടാതെ വരാൻ പറ്റൂല. സീത മുന്നാലെ, പരമാത്മാവ് പിന്നാലെയാണ്. അങ്ങനെ പറ്റൂ. എന്താണെന്നറിയോ? പരമാത്മാവ് നിശ്ചലമാണ്. അതൊന്നു മാത്രമേ ഉള്ളൂ. കാലം അവിടെ ഇല്ല, ദേശം അവിടെ ഇല്ല. കാലവും ദേശവും ഉണ്ടെങ്കിലേ ചലനം പറ്റൂ. ഇത് രണ്ടുമില്ല. അതുകൊണ്ട് പരമാത്മാവ് ചലിക്കില്ല. എത്രയോ തവണ എഴുത്തച്ഛൻ വിവിധ സ്തുതികളിൽ അതിങ്ങനെ കേൾപ്പിക്കുന്നു. നിശ്ചലൻ, നിർമ്മമൻ. വെറുതെ ഇങ്ങനെ അങ്ങോട്ട് സ്തുതിക്കുകയല്ല. ഇതിൻ്റെ എല്ലാം പിന്നില്, ഇതിൻ്റെ എല്ലാം ഉള്ളില് ഉപനിഷത്താണ്. പരമാത്മാവ് കാലദേശാതീതനാകണ, അതുകൊണ്ട് അദ്ദേഹം ചലിക്കില്ല. അതാണ് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും എന്ന് സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യസ്വാമികൾ പാടുന്നത്. ആ സൗന്ദര്യലഹരി രാമായണമാണ്. രാമകഥ, നിർഗുണ നിരാകാര ബ്രഹ്മത്തിന്റെ കഥയാണ് അദ്ദേഹം പാടിക്കേൾപ്പിക്കുന്നത്. ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ശിവനായിട്ട് കേൾപ്പിക്കുന്നു. അതിൻ്റെ പരമതത്വവും ഈ കാണുന്ന രാമായണത്തിന്റെ പരമതത്വവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ശിവൻ തൻ്റെ തന്നെ ശക്തിയോടൊപ്പം ഇരിക്കുമ്പോഴാണ് ശക്തപ്രഭവിതും ലോകത്തെ നിർമ്മിക്കാൻ, സൃഷ്ടിക്കാൻ ശക്തനായിത്തീരുന്നത്. നിർഗുണ നിരാകാര ബ്രഹ്മം തനിച്ച് തൻ്റെ ശക്തിയെ പ്രവർത്തിപ്പിക്കാതിരിക്കുമ്പോൾ ലോകസൃഷ്ടിക്ക് കരുത്തനല്ല. അദ്ദേഹത്തിന് ലോകത്തെ സൃഷ്ടിക്കണമെങ്കിൽ, അതായത് കാട്ടിലേക്ക് പോകണമെങ്കിൽ എന്തു വേണം? അതിനു മുമ്പ് കാടിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ലോകമുണ്ടാകുന്നതിന് മുമ്പ് പരമാത്മാവ് മാത്രമേ ഉള്ളൂ, രാമൻ മാത്രമേ ഉള്ളൂ, അഥവാ ശിവൻ മാത്രമേ ഉള്ളൂ. രാമൻ തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് രാമൻ. ശിവസഹസ്രനാമത്തില് ഓം വിഷ്ണവേ നമ എന്നും കേൾക്കും. വിഷ്ണു സഹസ്രനാമത്തില് ശിവനെയും സ്തുതിച്ചുകൊണ്ട് ശിവന് നമസ്കാരവും പറയും. ഓം ശിവായ നമ എന്നും കേൾക്കും. ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് രാമൻ, വിഷ്ണു തന്നെയാണ് കൃഷ്ണൻ, ശിവൻ തന്നെയാണ് കൃഷ്ണൻ. ഇതൊക്കെ വിവിധ കഥകളിലൂടെ പല പ്രകാരത്തിൽ ഈ ഇതിഹാസ പുരാണങ്ങളിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ശിവൻ ശക്തിയോടുകൂടിയിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ശിവൻ തൻ്റെ ശക്തിയെ പ്രവർത്തിപ്പിക്കുമ്പോഴാണ്. ശിവനും ശക്തിയും രണ്ടല്ല, രണ്ടും ഒന്നത്രേ നിരൂപിച്ച് കാണുക. ശിവനും ശക്തിയും രണ്ടല്ല. ആ ശക്തി പ്രവർത്തനക്ഷമം അല്ലാതെ ശിവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. ശിവൻ തന്നെയാണ് ആ ശക്തി. എന്നിട്ട് ശിവൻ ആ ശക്തിയെ പ്രവർത്തനക്ഷമമാക്കുന്നു. പ്രവർത്തനക്ഷമമാക്കുമ്പോഴാണ് ആ ശക്തിയാണ് ഈ ജഗത്തിന് മുഴുവൻ സൃഷ്ടിക്കുന്നത്. ശിവനിലെ ശക്തി, ശിവൻ തന്നെയായ ശക്തി. എങ്ങനെ? ആ ശക്തിക്ക് പല പല കാരണങ്ങളാൽ വേദാന്തശാസ്ത്രം മൂലപ്രകൃതി എന്ന് പേര് പറയും. ക്രമേണ നമുക്കതെല്ലാം കേൾക്കാം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നന്നായി അറിയുന്നവരാണ് അധികം പേരും. എങ്കിലും നമുക്ക് കൂട്ടായിട്ട് പിന്നീട് പല സന്ദർഭങ്ങളിലായിട്ട് രാമായണത്തിനകത്ത് ചിന്തിക്കാം. ആ പരമാത്മാവ് സ്പന്ദിച്ചുയരുന്നു, തൻ്റെ ശക്തിയെ അംഗീകരിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. സ്പന്ദം എന്നുള്ളതായ പദത്തെ, അതിൻ്റെ അർത്ഥത്തെ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിരുന്നു. അതാണ് മൂലപ്രകൃതി. ആ മൂലപ്രകൃതിയിൽ നിന്നിട്ട് പരമാത്മ സാന്നിധ്യത്താൽ മഹത്തത്വം ഉണ്ടാകുന്നു. അതിൽ നിന്നിട്ട് അഹങ്കാരതത്വം ഉണ്ടാകുന്നു. അതിൽ നിന്നിട്ട് ശബ്ദതത്വം ഉണ്ടാകുന്നു. അതിൽ നിന്ന് സ്പർശതത്വം, അതിൽ നിന്ന് രൂപതത്വം, അതിൽ നിന്ന് രസതത്വം, അതിൽ നിന്ന് ഗന്ധതത്വം എന്നിങ്ങനെയുള്ള തന്മാത്രകൾ ഉണ്ടാകുന്നു. പിന്നെ അവയുടെ പല പ്രകാരത്തിലുള്ള കൂടിക്കലരുകൾ കൊണ്ട് നമ്മുടെ അന്തരംഗം ഉണ്ടാകുന്നു. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ഉണ്ടാകുന്നു. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ 5 ഉണ്ടാകുന്നു. സ്ഥൂല പഞ്ചഭൂതങ്ങൾ 5 ഉണ്ടാകുന്നു. അങ്ങനെ ഒരൊറ്റ മൂലപ്രകൃതി
തന്നിൽ നിന്ന് 23 തത്വങ്ങളെ പ്രപഞ്ച രൂപത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ട് അങ്ങനെ മൊത്തം 24 പ്രകൃതി തത്വങ്ങളായി വിളങ്ങുമ്പോഴാണ് ഈ ലോകമുണ്ടാകുന്നത്. നമ്മൾ കാണുന്നതെല്ലാം പ്രകൃതിയെയാണ്. യഥാർത്ഥത്തിൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് നിർഗുണ നിരാകാര ബ്രഹ്മം രാമൻ. നമുക്ക് ഈ കണ്ണുകൊണ്ട് രാമനെ കാണാൻ നിവൃത്തിയില്ല. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും രാമനാണ്. പക്ഷേ രാമനെ രാമനായി കാണുന്നില്ല, പകരം രാമന്റെ തന്നെ ശക്തിയായിരിക്കുന്ന പ്രകൃതിയായി കാണുന്നു. അപ്പോഴും നമ്മൾ രാമനെ പുരുഷൻ എന്ന് പറയും. പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരമാത്മാവിനുള്ള സാങ്കേതിക നാമമാണ് പുരുഷൻ. അങ്ങനെ രാമൻ ഈ ജഗത്തിൽ വരുന്നത്, ജഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, ലോക പദാർത്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുന്നാല് പ്രകൃതി നടക്കുമ്പോഴാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാദേവിയോടൊപ്പം സകുടുംബം ഇരിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. രാമനും സീതയും രാമൻ്റെ സഹോദരന്മാരും ആഞ്ജനേയനും ഒക്കെ ആയിട്ടുള്ളതായ പട്ടാഭിഷേകത്തിൻ്റെ ചിത്രം. അവിടെ രാമൻ കിരീടം ധരിച്ച രാമൻ, നീലിമയാർന്ന വർണ്ണത്തോടുകൂടിയ രാമൻ, കോദണ്ഡം ധരിച്ച രാമൻ, മഞ്ഞപ്പട്ടുടുത്ത രാമൻ, രാമന്റെ മടിയിലെ ഇടതുവശത്തായിട്ട് സീത. ഈ രാമരൂപമുണ്ടല്ലോ, ഈ രാമന്റെ നാം കാണുന്ന ഈ രൂപം സീതയാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് സീതയെയാണ് രാമനായിട്ട്. രാമനും സീതയും രണ്ടല്ല. ഈ കണ്ണുകൾക്ക് സീതയെ മാത്രമേ കാണാൻ പറ്റൂ. പ്രകൃതിയെയും പ്രകൃതിയിൽ നിന്നുണ്ടായതായ പദാർത്ഥങ്ങളെയും കാണാൻ പറ്റൂ. ശബ്ദം സീതയാണ്, സ്പർശം സീതയാണ്, രൂപം സീതയാണ്. രൂപം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്ന നിറവും ആകൃതിയും, അതാണ് രൂപം. അത് സീതയാണ്. രസം, രുചി, അത് സീതയാണ്. ഗന്ധം സീതയാണ്. ശബ്ദ, സ്പർശ, രൂപരസഗന്ധങ്ങളെല്ലാം സീതയാണ്. നമ്മൾ കാണുന്ന ആ രാമകുടുംബം ശരിക്ക് സീതാദർശനമാണ്. നാം കാണുന്ന രാമൻ സീതയാണ്. ആ സീതയ്ക്കുള്ളിൽ രാമൻ ഇരിക്കുന്നു. രാമന്റെ മടിയിൽ സീതയുണ്ട്. ആ സീതയിലും കാണുന്ന രൂപം സീതയാണ്. അതിൻ്റെ ആ സീതയ്ക്കുള്ളിലും രാമൻ തന്നെ ഇരിക്കുന്നു. ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരിലും രാമൻ തന്നെ ഇരിക്കുന്നു. കാണുന്ന അവരുടെ ബാഹ്യരൂപം സീതയാണ്. ആഞ്ജനേയനിലും രാമൻ തന്നെ ഇരിക്കുന്നു. കാണുന്ന രൂപം സീതയാണ്. അതാണ് സീതയെ കൂടാതെ രാമൻ എപ്പോഴെങ്കിലും കാട്ടിപ്പോയിട്ടുണ്ടോ എന്ന് സീത രാമനോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം അവിടെ വരച്ചെന്ന് നിൽക്കുന്നു. പരമമായ ബ്രഹ്മതത്വത്തിൽ അദ്വൈതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ ചെന്ന് നിൽക്കുന്നു ഈ ചോദ്യം. നാടകീയമായൊരു ചോദ്യം. പക്ഷേ അത് പരമാത്മ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സീതയാണ്. പക്ഷേ സീത ഇങ്ങനെ കാണപ്പെടാനും കേൾക്കപ്പെടാനും അറിയപ്പെടാനും ഒക്കെ പറ്റിയ അവസ്ഥയിൽ നിൽക്കുന്നത് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന രാമനാലാണ്. രാമൻ അഖണ്ഡമായി സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു. ആ രാമനെ നമ്മൾ സീതയായി ലോകമായി കാണുന്നു. അങ്ങനെ രാമനെ കൂടാതെ ഈ ലോകം അഥവാ സീത ഇല്ല. സീതയെ കൂടാതെ രാമനും ഇല്ല. രാമൻ സീതയോടൊപ്പമാണ്, സീത രാമനോടൊപ്പമാണ്. അതാണ്, സീതയെ കൂടാതെ എപ്പോഴെങ്കിലും രാമൻ കാട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഋഷിമാർ എത്രയോ കഥകൾ പറഞ്ഞു തന്നു. ശിവപുരാണം പറഞ്ഞു തന്നു, ദേവി ഭാഗവതം പറഞ്ഞു തന്നു, മത്സ്യപുരാണവും കൂർമ്മപുരാണവും ഒക്കെ പറഞ്ഞു തന്നു. 18 മഹാപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ. പിന്നെയോ വ്യാസഭഗവാൻ മഹാഭാരതം പാടിത്തന്നു. പിന്നെയോ എത്രയോ സ്തോത്രകാവ്യങ്ങൾ, അനേകം കവിവരന്മാർ പാടിയ സ്തോത്രകാവ്യങ്ങൾ. ഇതെല്ലാം രാമായണങ്ങളാണ്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം പോലെ തന്നെ രാമായണമാണ് ഹരിനാമകീർത്തനവും. രാമകാര്യമാണ് അതിനകത്ത് പറയുന്നത്, രാമതത്വമാണ് അതിനകത്ത് പറയുന്നത്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞ് ഉടനെ അങ്കാരമായി അതിന് താൻ തന്നെ സാക്ഷി. അത് ബോധം വരുത്തുവതിന് ആളായി നിന്ന പരമാചാര്യരൂപ ഹരി. ആ പരമാചാര്യൻ ഹരി തന്നെയാണ്. നാരായണായ നമഃ. രാമായണമാണ് ഹരിനാമകീർത്തനം. അതേപോലെ എത്രയോ കീർത്തനങ്ങൾ. കരുണ ചെയ്വാനന്ത് താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേൻ, രാമായണാണത്. അതേപോലെ നാരായണീയം
അഗ്രേ പശ്യാമി. രാമായണമാണത്. ഇങ്ങനെ കവികരന്മാര് രാമായണങ്ങൾ എത്രയോ പാടിത്തന്നു. ഇതിലെവിടെങ്കിലും രാമൻ നിർഗുണ നിരാകാര ബ്രഹ്മം സീതയെ കൂടാതെ, മൂലപ്രകൃതിയെ കൂടാതെ കാനനവാസത്തിന് പോയതായിട്ട്, ഈ ജഗത്തിൽ വിവിധ രൂപം കൈക്കൊണ്ടുകൊണ്ട് വിവിധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടതായിട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. സീതയുണ്ടെങ്കിലേ രാമൻ ഇതൊക്കെ സാധ്യമാവുള്ളൂ. അതാണ് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം നചേദേവം ദേവോ. ശിവൻ തന്റെ ശക്തിയെ പ്രവർത്തിപ്പിച്ചില്ല എങ്കിലോ നഖലുകുശല സ്പന്ദിതുമവി, അദ്ദേഹത്തിന് ഒന്ന് സ്പന്ദിക്കാൻ പോലും സാധ്യമല്ല. അതാണ് പ്രകൃതിയുടെ മഹത്വം. പ്രകൃതിയെ കൂടാതെ പരമാത്മാവിന് സ്പന്ദനം പോലും സാധ്യമല്ല. അപ്പോൾ സീതയോടൊപ്പമാണ് ഈ ജഗത്തിലെ വാസം, ജഗത്തിൻ്റെ സൃഷ്ടി, ഈ ജഗത്തിലെ പ്രവൃത്തി. എങ്കിലേ രാമനുള്ളൂ. രാമായണം സീതായനമാണ്, സീതായനൻ രാമായണവുമാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്, പ്രകൃതിയെ കൂടാതെ കണ്ട് പ്രകൃതിയിൽ നിന്ന് ഭിന്നനായി പുരുഷനുണ്ടോ? നിർഗുണ നിരാകാര ബ്രഹ്മം തൻ്റെ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, തൻ്റെ ഉള്ളിലുള്ള തൻ്റെ തന്നെ ശക്തി ചൈതന്യത്തെ പ്രവർത്തിപ്പിക്കുമ്പോൾ, അപ്പോഴാണ് ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തിന് പുരുഷൻ എന്ന് പേര് വരുന്നത്. 9 വാതിലുകളുള്ളതായ പുരമാണ് ഈ ലോകം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. നമ്മുടെ ഓരോരുത്തരുടെ ശരീരവും 9 വാതിലുകളുള്ള പുരമാണ്. ഈ പുരത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ, അതാണ് പുരുഷൻ. ആരാ നിറഞ്ഞു നിൽക്കുന്ന ഈ പുരത്തില്? നമ്മുടെ ശരീരമാകുന്ന പുരമായാലും ശരി, ലോകമാകുന്ന പുരമായാലും ശരി, നിറഞ്ഞു നിൽക്കുന്നത് പരമാത്മാവാണ്, രാമനാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് പുരുഷൻ എന്ന് പേര് നമ്മൾ കൊടുക്കുന്നത്. പുരത്തിൽ ഇരിക്കുന്നവൻ. തൻ്റെ തന്നെ പ്രകൃതിയെ പ്രവർത്തിപ്പിച്ചിട്ട് ഈ പുരനിർമ്മിതിക്ക് അവസരമൊരുക്കിക്കൊടുത്ത് അതിന് മുഴുവൻ ആധാരമായിട്ട് അതുമായി ബന്ധപ്പെട്ട് അതിൽ വ്യാപിച്ച് അദ്ദേഹം നിന്നില്ലെങ്കിലോ, അദ്ദേഹം മാത്രമേ ഉള്ളൂവെങ്കിലോ അദ്ദേഹത്തിന് പുരുഷൻ എന്നുള്ള പേരേയില്ല. അതാണ്, പ്രകൃതിയെ വേറിട്ട് പുരുഷനില്ല. പരമാത്മാവിന് പുരുഷൻ എന്നുള്ളതായ ആ സാങ്കേതിക നാമം നമ്മൾ കൽപ്പിക്കുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം പുരുഷനേ അല്ല. എന്ന് മാത്രമല്ല, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ആ അവസ്ഥയിൽ നമ്മൾ അദ്ദേഹത്തെ ആത്മാവെന്ന് പറയും, ബ്രഹ്മമെന്ന് പറയും, പരബ്രഹ്മമെന്ന് പറയും, പരമാത്മാവെന്ന് പറയും. എന്തിനാ പരബ്രഹ്മമെന്നും പരമാത്മാവും? ബ്രഹ്മത്തിനും അപ്പുറത്തുള്ളത്. പരമാത്മാവെന്ന് പറഞ്ഞതോ ആത്മാവിനും അപ്പുറത്തുള്ളത്, ആത്മാവിനും പരമായിരിക്കുന്നത്, ബ്രഹ്മത്തിനും പരമായിരിക്കുന്നത്. അതെന്താണ്? പറയാൻ വാക്കുകളില്ല. അവിടെ ബുദ്ധി ചെല്ലൂല, അവിടെ മനസ്സ് ചെല്ലൂല, അവിടെ ഭാഷ ചെല്ലൂല. അതുകൊണ്ട് പറയാൻ വാക്കുകളില്ല. ബ്രഹ്മത്തിനപ്പുറത്തുള്ളത് എന്നേ പറയാൻ പറ്റൂ. പരമാവധി ബ്രഹ്മം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആത്മാ എന്നുള്ള വാക്ക് വരെ നമുക്ക് പറയാം. അതിനപ്പുറം സാധ്യമല്ല. അങ്ങനെ പേരില്ലാത്ത, രൂപമില്ലാത്ത, ഭാവമില്ലാത്ത അനന്ത ചൈതന്യമാണ് അദ്ദേഹം. അദ്ദേഹം എന്നുള്ള വാക്കൊക്കെ തെറ്റാണ്. അദ്ദേഹത്തിന് ദേഹമില്ലല്ലോ, പിന്നെ എങ്ങനെയാ അദ്ദേഹം എന്ന് പറയുക? എങ്കിലും നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ പിന്നെ പുരുഷൻ എന്നുള്ള പേരില്ലെന്ന് മാത്രമല്ല, ഒരു പേരും ഇല്ല. അതാണ് രാമൻ. രാമൻ എന്ന് പറയുന്നത് ആ ഒരു പേരുമില്ലാത്ത നിർഗുണ നിരാകാര ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ തന്ന പേരാണ്. അതിന് പ്രത്യേക അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ആ പേര് കൊടുത്തത്. എല്ലാ ജീവരാശിയുടെയും ഉള്ളിലിരുന്ന് ആ ജീവരാശിയെ ആനന്ദിപ്പിക്കുന്നവൻ ഈ പരമാത്മാവാ. ആത്മാവിന് അപ്പുറത്ത് കുടികൊള്ളുന്ന പേരില്ലാത്തതായ ആ പരമതത്വം, അതാണ് ആനന്ദിപ്പിക്കുന്നത്. അത് ആനന്ദസ്വരൂപനാണ്. അതുകൊണ്ട് ആ പരബ്രഹ്മത്തെ രാമൻ എന്ന് വിളിച്ചു. അങ്ങനെ പ്രകൃതിയെ വേറിട്ട് പുരുഷനില്ല. അങ്ങനെ ഇരിക്കവേ, അല്ലയോ ഭഗവാനെ രാമ, അങ്ങ് എന്നെ ഇവിടെ കൊട്ടാരത്തിൽ നിർത്തിയിട്ട് കാട്ടിലേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഞാൻ മുന്നാലെ നടക്കും. മുന്നിൽ നടപ്പൻ വനത്തിന് ഞാൻ
മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. കാട്ടിൽ നടക്കുമ്പോൾ അങ്ങനെയാണ്. ഏറ്റവും മുന്നിൽ ലക്ഷ്മണൻ, ഏറ്റവും പുറകിൽ രാമൻ, രണ്ടുപേർക്കും നടുക്ക് സീത. ഈ ജഗത്തിൽ അങ്ങനെയാണ്. ഏറ്റവും മുന്നിൽ ലക്ഷ്മണൻ അഥവാ നാമാകുന്ന ജീവാത്മാവ്, അതാണ് ലക്ഷ്മണൻ. നമ്മളെല്ലാം ലക്ഷ്മണന്മാരാണ്. രാമനെ ഗുരുവായി സ്വീകരിച്ചിട്ട് രാമൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും ഉൾക്കൊണ്ട് അതിലൂടെ ജീവിതത്തിൻ്റെ പരമധന്യതയായിരിക്കും ധർമ്മസ്വരൂപം മനസ്സിലാക്കി ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ അർത്ഥകാമങ്ങളിൽ പ്രവർത്തിച്ച്, അർത്ഥകാമങ്ങളെ ഇട്ടെറിഞ്ഞോടിയിട്ടല്ല, അർത്ഥകാമങ്ങളിൽ പ്രവർത്തിച്ച് അവസാനം പൂർണ്ണ ലക്ഷ്യം മോക്ഷം, അതിലേക്ക് പുരോഗമിക്കുന്നവർ. അതാണ് ലക്ഷ്മണൻ, അതാണ് ജീവാത്മാവ്. നാം എല്ലാം ലക്ഷ്മണനാണ്. ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതോ നാമമില്ലാത്ത, പേരില്ലാത്ത, രൂപമില്ലാത്ത രാമൻ, നിർഗുണ നിരാകാര ബ്രഹ്മം. നിർഗുണം, ഗുണമില്ലാത്തതെന്നാ പറഞ്ഞത്. പിന്നെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കില്ല. ഗുണമില്ലാത്ത, എന്തൊക്കെ അല്ലെന്നേ പറയാൻ പറ്റൂ അദ്ദേഹത്തെക്കുറിച്ച്, എന്താണ് എന്ന് പറയാൻ പറ്റൂല. നിർഗുണം, നിരാകാരം, ആകാരമില്ലാത്തത്. ഗുണവും ആകാരവും ഒക്കെ പ്രകൃതിയുടേതാണ്, ഇത് രണ്ടും ഇല്ലാത്തത്. അങ്ങനെ നിർഗുണ നിരാകാര ബ്രഹ്മമായ രാമൻ ഉള്ളിൻ്റെ ഉള്ളിൽ, ആ രാമൻ്റെ പ്രതിബിംബം പ്രകൃതി കാര്യമായിരിക്കുന്ന ഈ സ്ഥൂല സൂക്ഷ്മ കാരണശരീരങ്ങൾക്കുള്ളിൽ, അതാണ് ലക്ഷ്മണൻ, നാമാകുന്ന ജീവാത്മാവ്. അത് പ്രകൃതിയിൽ പ്രതിബിംബിച്ച രാമനാണ്. പ്രകൃതി ഉണ്ടെങ്കിലേ രാമൻ പ്രതിബിംബിക്കൂ. ആ പ്രകൃതി ആര്? സീത. അതാണ് രാമനും ലക്ഷ്മണനും നടുക്ക് സീത, മൂലപ്രകൃതി. അങ്ങനെ പരമാത്മാവ് തൻ്റെ തന്നെ ശക്തിയെ പ്രവർത്തിപ്പിച്ച്, ആ ശക്തിയാണ് സീത, ആ ശക്തിയിൽ പ്രതിബിംബിച്ച് അല്ലെങ്കിൽ വ്യാപിച്ച് നിൽക്കുന്നു ലക്ഷ്മണനായി. അപ്പോഴാണ് ലോകാനുഭവം.